മാം ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞത് ഇത് മതിയോ? വേൾഡ് ഹെൽത്ത് ഡേ April 7th. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് കാണിച്ചു. അതിന്റെ അല്ല, എനിക്ക് ആ പിക്ചേഴ്സ് ഒട്ടിച്ചേക്കണ എന്താണെന്ന് മനസ്സിലാവാനാ. ഒട്ടിച്ചതല്ല, വരച്ചതാ. വരച്ചതാണോ? ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാന്ന് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. മുകളില് ഹാർട്ടിന്റെ ഷേപ്പ് വരച്ചേക്കണോ അല്ലേ? ഓക്കെ, ഫൈൻ. പിന്നെ എന്തൊക്കെയാ കാണുന്നേ? എഴുതിയത് വായിച്ചാൽ മതി മതി. ഈറ്റ് ഹെൽത്തി ഡയറ്റ്, drink a lot of water, do yoga, sleep well, no alcohol, get some vitamin, eat a lot of food, no smoking, say no to junk food, reduce salt intake, regularly check your health, stay physically exercise. വെരി ഗുഡ്. Thank you, miss. ഓക്കെ, ഇന്ന് നമ്മുടെ പ്രെയർ ആരായിരുന്നു? ആരിഫ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. Hi, I am Arifa. Oh God, thank you for the beautiful nature. Nature has so many things to see. You bless us with morning lights, and our ears are filled with songs of birds, and our noses are filled with smell of flowers. Everywhere I look, I see a magic of God. Oh God, thank you for the beautiful nature. Thank you. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണ്ടെന്ന് വിചാരിക്കണു. നമുക്കിവിടെ റിജോ കാർബോഹൈഡ്രേറ്റ് ഫുഡിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. റിജോ, നമുക്കത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഷെയർ ചെയ്താൽ മതി. നമുക്ക് യൂണിറ്റ് 3 ഒന്ന് ഷെയർ ചെയ്യാമോ? ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. റിജു അത് ഷെയർ ചെയ്യുമ്പോഴേക്കും യൂണിറ്റ് 3 ഒന്ന് ഷെയർ ചെയ്യണേ. അത് ഷെയർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പറഞ്ഞു തരാം. നമ്മളിപ്പോ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം കംപ്ലീറ്റ് ചെയ്തല്ലോ. നിങ്ങൾക്ക് PDF ഉണ്ട്, എക്സ്ട്രാ നിങ്ങൾ കളക്ട് ചെയ്ത് നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ക്യൂസ് കോമ്പറ്റീഷനുള്ള ക്യൂസ് സെലക്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിൽ ക്യൂസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഏരിയയിലുള്ള അംഗൻവാടികളുടെ ആ ഏരിയയിലെ അഡോളസൻ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ടീനേജ് കൗമാരക്കാരായ കുട്ടികള്. അപ്പൊ അവരെ ഏതെങ്കിലും ഒരു സെഷൻ അവിടെ ചിലപ്പോൾ ക്ലാസ്സസ് അവർക്ക് കൊടുക്കും. നമുക്കൊരു 10 minutes എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട് ഈ ക്വിസ് കോമ്പറ്റീഷൻ നമുക്ക് അവിടെ ക്വിസ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ വാർഡ് മെമ്പറുടെ സഹായത്തോടു കൂടിയോ അംഗൻവാടി ടീച്ചറുടെ ഇതോടു കൂടിയിട്ട് നമുക്ക് അവിടെ ക്വിസ് കണ്ടക്ട് ചെയ്യാം. അപ്പം ആക്ടിവിറ്റി ഇതാണ്. ഫസ്റ്റ് 2 യൂണിറ്റ്സ്, അത് ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഫസ്റ്റ് യൂണിറ്റ് കുറച്ചേ ഉള്ളൂ, എന്നാലും സെപ്പറേറ്റ് 2 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 to 15, കുറയൊന്നും വേണ്ട. കുട്ടികൾക്ക് ഒരു അവയർനെസ് കിട്ടുകയും വേണം ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ. ഓക്കെ, ആ രീതിയിൽ അതൊരു ആക്ടിവിറ്റിയാണ്. അതിന്റെ ടൈം എടുത്തോളൂ, ഞാൻ ടൈം ഒന്നും പറയുന്നില്ല. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ഓരോ ക്വിസ് കോമ്പറ്റീഷനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ചെറിയ കുട്ടികളാവുമ്പോൾ ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച്, ഈ നമ്മൾ 6 years വരെയുള്ള കുട്ടികളാകുമ്പോൾ ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ അംഗൻവാടി അല്ലെങ്കിൽ കുടുംബശ്രീ, അവിടെയൊക്കെ ഗുഡ് ഹാബിറ്റ്സ്, അവിടെയൊക്കെ ലേഡീസ് ഉണ്ടാവുമല്ലോ. അപ്പം അംഗൻവാടിയിലെ അമ്മമാര്, അവർക്ക് നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സസ് കൊടുക്കാം. ഈ ഗുഡ് ഹാബിറ്റ്സ് അതിന്റെ ഒരു ക്ലാസ് കൊടുത്തിട്ട് ഒരു ക്വിസ്, ക്ലാസിന്റെ ലാസ്റ്റ് ക്വിസ് അങ്ങനെ നമുക്ക് ചെയ്യും. അംഗൻവാടികളോ കുടുംബശ്രീയോ കണക്ട് ചെയ്തിട്ട് അത് ഒരു ആക്ടിവിറ്റി ആയിട്ട്
പറ്റുന്നവർ കേട്ടോ, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കുടുംബശ്രീ അങ്ങനെയൊന്നും പോവാൻ പറ്റിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് പറയുന്നില്ല, പക്ഷെ അതൊരു നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, അവർക്കും അതുകൊണ്ട് ബെനിഫിഷ്യൽ ആണല്ലോ. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് ആണ്. ഞാൻ സാധാരണ യെസ് അത് ചാർട്ടിൽ ചെയ്യാൻ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒന്ന് പറയൂ. ചാർട്ടിൽ ചെയ്യാൻ പറഞ്ഞത് ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ വെൽനസ്, അത് റിലേറ്റഡ് കാര്യങ്ങൾ ചാർട്ടിൽ പ്രിപ്പയർ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ്. കളക്ട് റിലേറ്റഡ് പിക്ചേഴ്സ് ഓർ ഡ്രോ ബൈ യുവർ സെൽഫ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. 2 days ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലിട്ടേനെ. ഞാൻ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നാളെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇത് ഇടാം കേട്ടോ. ലാസ്റ്റ് ഡേ പറഞ്ഞ ആക്ടിവിറ്റി ഒന്ന് പറയും. ഗുഡ് ഹെൽത്തിനെ കുറിച്ച് 3 പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ പറഞ്ഞില്ലേ, അതിനെ കുറിച്ചൊന്ന് പറയൂ. ഹെൽത്തിനെ കുറിച്ച് 3 പാരഗ്രാഫോ? ആ ഗുഡ് ഹെൽത്ത് 3 ടോപ്പിക്സ് തന്നിട്ടില്ലേ? ആ എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഒരു പിന്നെ കംപ്ലീറ്റ് ഇതുവരെ എടുത്ത ആക്ടിവിറ്റീസ് അതിലൊന്നും എടുത്താൽ മതി. ഞാൻ നാളെ തന്നെ ക്ലാസ് റൂമിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ മാം. ആരായാലും പറഞ്ഞില്ലേ? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ മതി, കാരണം എന്റെ മൈൻഡിൽ നിന്ന് പോയി. ഇനി ഓർത്ത് ഇരുന്ന് ഞാൻ ഒന്ന് സമാധാനമായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നോക്കിയാലേ എനിക്ക് കിട്ടുള്ളൂ അത്. അത് ആരെങ്കിലും ഒന്ന് പറയാമോ? പറ്റില്ല. ആരെങ്കിലും ഒന്ന് പറയാമോ? ലാസ്റ്റ് ഇതാണോ? യെസ്, നമ്മൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ തരുന്ന വേരിയസ് ഏജൻസീസ് ഉണ്ട്. ത്രൂ ബുക്സ്, ത്രൂ ചാർട്ട്സ് ആൻഡ് പോസ്റ്റേഴ്സ്, പിന്നെ ചാർട്ട് ഇൻക്ലൂഡിങ് ഹെൽത്തി ലിവിങ്, ടീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ്. അതിനെ പറ്റിയിട്ടുള്ള ചാർട്ട്സ് ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ? ഗുഡ് ഹാബിറ്റ്സ്, ഡെയിലി റുട്ടീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതല്ലേ പറഞ്ഞേ? എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് തോന്നുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ബുക്സ്, അതിന്റെ പേരുകൾ കളക്ട് ചെയ്യുക. ആ ബുക്കിന്റെ കണ്ടന്റ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, ഞാൻ പറഞ്ഞു ആമസോണിലൊക്കെ ബുക്ക് സെയിൽ ചെയ്യാൻ വെക്കുമ്പോൾ അവര് ജസ്റ്റ് കസ്റ്റമർക്ക് അതിന്റെ കണ്ടന്റ് ഒന്ന് വായിക്കാനായിട്ട് ഒരു ബ്രീഫ് കൊടുക്കും. അപ്പൊ അത് വേണമെങ്കിൽ എടുത്ത് അത് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കളക്ട് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പൊ ആരോഗ്യം പോലുള്ള മാസികകളിൽ ഉണ്ടാവും, അത് നോക്കിയിട്ട് എഴുതിയാലും മതി. പിന്നെ പ്രോപ്പർ ഹൈജീനിന് വേണ്ടി കാണിക്കുന്ന ചാർട്ട്, പോസ്റ്റേഴ്സ്. ഇപ്പോ രതി നമുക്കൊരു ചാർട്ട് കാണിച്ചു തന്നിരുന്നു. പിന്നെ ഹെൽത്തി ലീവിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള റൂൾസ്, സ്റ്റെപ്സ്, റൂൾസ്, അത് വരുന്ന ഒരു ചാർട്ട്. സ്റ്റെപ്സ് ഓൾറെഡി ഹൗ ടു ബി ഹെൽത്തി എന്ന് നമ്മൾ 10 പേരോട് ചോദിച്ചതിന്റെ കുറെ ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിൽ നിന്ന് കുറെ പോയിന്റ്സ് കിട്ടും. പിന്നെ ഇത് റിലേറ്റഡ് കാണിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിം ആയാലും മതി, അല്ലാതെയുള്ള ഫിലിം ആയാലും മതി, റേഡിയോ പ്രോഗ്രാംസ്, അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത ഒരു ചാർട്ടിലോ ഇതിലെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കും. കറസ്പോണ്ടിങ് പിക്ചേഴ്സ് കിട്ടുവാണെങ്കിൽ അത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് 3 ആണ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. അപ്പൊ യൂണിറ്റ് സാധാരണ ഞാൻ ആരെ കൊണ്ടെങ്കിലും ഒരു പാരഗ്രാഫ് വായിച്ച് അങ്ങനെ പോകുമായിരുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാരും വായിക്കണം. എല്ലാരും വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉറക്കം വായിക്കുന്നവരാണെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് വായിക്കുക. എല്ലാരും മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. മനസ്സിൽ വായിക്കുന്നവരുണ്ടാവും, ഉറക്ക വായിക്കുന്നവരുണ്ടാവും. അപ്പൊ വായിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു 2-3-5 മിനിറ്റ്സോളം അതൊന്ന് മനസ്സിലാക്കിയ ഒരു മെഡിറ്റേഷൻ, നമ്മൾ വായിച്ച പാസേജിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു മെഡിറ്റേഷൻ രീതിയിൽ അത് വായിക്കാം. സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരുടെയും ഇത് കാണാൻ പറ്റുന്നുണ്ടാവും, ചിലരുടെയിൽ PDF ഉണ്ടാവുമായിരിക്കും. PDF ഷെയർ ചെയ്തിരുന്നോ റിജു?
മാം അവസാനം പറഞ്ഞ ആക്ടിവിറ്റീസ് മാം ഇതിലേക്ക് ഇട്ടിട്ടില്ല, ക്ലാസ് റൂമിലേക്ക് ഇട്ടിട്ടില്ലല്ലോ. അതെ, ഇടാം. ഞാൻ എല്ലാം ഫസ്റ്റ് ഡേ ഫ്രം ഇറ്റ് സെൽഫ് ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം നാളെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടും. ഇതുവരെ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് പറഞ്ഞ തീരുന്ന അത്രയും വരെ കേട്ടോ. കഴിയുമ്പോ ഒന്ന് പറയണേ. കഴിഞ്ഞു മാം. നിങ്ങൾ മനസ്സില് അത് കാര്യം മനസ്സിലായോ? മാം കാണുന്നില്ല, വന്നിട്ടില്ല. കാണുന്നില്ലേ? വന്നിട്ടുണ്ടല്ലോ. കാണോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആണോ? ആർക്കും കാണാൻ പറ്റുന്നില്ലേ? എനിക്കിവിടെ സ്ക്രോൾ ചെയ്താൽ മതി, കാണുന്നുണ്ട്. സ്ക്രോല് വലുതാക്കിയാൽ മതി, സൂം ചെയ്ത് നോക്കിയാൽ ഇപ്പൊ കാണാം. മാം ആ 2 പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് അല്ലേ, അടുത്ത പാരഗ്രാഫ് അല്ലേ വായിക്കാൻ പറഞ്ഞേ? അതെ. ദ ഡ്രോയിങ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ്. ഓക്കെ. സോ ഇതുവരെ എന്താ പറയാ, ക്ലാസ്സില് വായിക്കുക, ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്തവർക്ക് നമുക്ക് ചാൻസ് കൊടുക്കാം. അങ്ങനെ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നതെന്ന് മനസ്സിലായ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവൺ? മാം, ഞാൻ ഒരാഴ്ചത്തെ ക്ലാസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആക്ടിവിറ്റീസും അധികം അതിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ആദ്യം ഫസ്റ്റത്തെ വീക്കിൽ ചെയ്തിട്ടുണ്ടായി. കഴിഞ്ഞ വീക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോസ് കണ്ടു, നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു, ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. സോ വീണ റെഡി ആണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഓക്കെ. In this paragraph, explain that the children need more nutrient and energy food from food. They need to growing and developing speedy for the food they eat should provide energy nutrients in a compact form. The lack of food they have they affect their growth and mental physical and mental growth. Then both parents and teachers must see the children get required more food there for growth and power. They should be given food which is wealthy in carbohydrates, proteins and minerals and vitamins. So in children, we are more concerned about their food for more nutrients and healthy foods, to give healthy foods. നമ്മളുടെ വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സും പ്രായമായവരൊക്കെ പറയും കുട്ടികളുടെ വളരുന്ന പ്രായമാണ്, അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അല്ലേ. സോ they should get loads of nutrients and energy from their food. വേരിയസ് ഫുഡ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ അവരുടെ ഫുഡ് നല്ല വെൽത്തി ആയിരിക്കണം, പക്ഷെ നല്ല റിച്ച് ഫുഡ് ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻസ്
ആൻഡ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ റിജോ നമുക്ക് ഷെയർ ചെയ്ത ഒരു ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടെയ്ൻ ചെയ്ത ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ചിലപ്പോൾ ചില ഫുഡ് ഐറ്റംസിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, പ്രോട്ടീൻസും ഉണ്ടാവും, ചിലതിൽ മിനറൽസും ഉണ്ടാവും, വൈറ്റമിൻസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഈ ഒരു ലെസൺ ശരിക്കും നമ്മുടെ ചാർട്ട് പ്രിപ്പറേഷൻ നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെസൺ ആണ്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് തന്നെ ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. നമ്മുടെ ഷുഗർ സംടൈംസ് ഇറ്റ് ഇസ് ഹെൽത്തി, ബട്ട് അത് ഓവർ ആയി കഴിഞ്ഞാൽ അൺഹെൽത്തി ആയി പോകും. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങുന്ന ഒരു ഫുഡാണ് ഷുഗർ എന്ന് പറയുന്നത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ചില കണ്ടന്റ്സ് ഞാൻ ഇവിടെ പറയാം, കുറച്ച് കഴിയുമ്പോൾ റിജോ നമുക്കത് ഷെയർ ചെയ്യും. ബ്രെഡ്, ബീൻസ്, മിൽക്ക്, പോപ്കോൺ, പൊട്ടറ്റോസ്, കുക്കീസ്, നമ്മുടെ ബിസ്ക്കറ്റുകളില്ലേ ചിലത്, സ്പഗറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നൂഡിൽസ് പോലത്തെ നൂഡിൽസ് പോലെയുള്ളതാണ്. നമുക്ക് വിഷ്വലി കാണുന്ന ഒരു ഡിഫറൻസ്, നൂഡിൽസിനേക്കാളും അതിന് തിക്നെസ് കൂടുതലാണ്. കാരണം കമ്പയർഡ് ടു സ്പഗറ്റി നൂഡിൽസ് തിന്നാണ് അല്ലെ. പിന്നെ ശരിക്കും നൂഡിൽസ് ചൈനയിൽ ഒറിജിനേറ്റ് ചെയ്തു, സ്പഗറ്റി ഇറ്റലിയിൽ നിന്നാണ് പറയപ്പെടുന്നത്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോൺ, ചെറി, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പിന്നെ വെറൈറ്റി ഫോമില് കാർബോഹൈഡ്രേറ്റ്സ് അവൈലബിൾ ആണ്, ഷുഗർ, ഫൈബേഴ്സ് ആൻഡ് സ്റ്റാർച്ച്. നമ്മള് ചെറിയ പ്രായത്തില് കാർബോഹൈഡ്രേറ്റ്സ് നിറയെ കഴിക്കും. നമുക്കറിയാം ഈ റോഡിലൊക്കെ നിന്ന് പണി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പെട്ടെന്ന് അങ്ങ് നല്ല ഹെവി വർക്ക് ആയിരിക്കും അവർ ചെയ്യുന്നത്. ഇപ്പൊ റോഡ് പണിക്കാര് അങ്ങനെ നല്ല ഹെവി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൺസ്ട്രക്ഷന്റെ വർക്ക് ചെയ്യുന്നവര്. അവരുടെ ടയേർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡാണ് ശരിക്കും അവർ കഴിക്കേണ്ടത്. അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഏത് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിനി പഠിക്കും ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ ആകുമ്പോൾ. അപ്പൊ വെറൈറ്റി ഫോമില് കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്, ഷുഗർ, ഫൈബേഴ്സ്, സ്റ്റാർച്ചസ്. നമ്മൾ പ്രായമാകും തോറും നമ്മൾ ഈ ഷുഗർ എല്ലാം കുറച്ച്, കാർബ് കൂടിയതെല്ലാം കുറച്ചിട്ട് നമ്മൾ ഫൈബറും സ്റ്റാർച്ചും ഉള്ളത്, സ്റ്റാർച്ച് അല്ല, സ്റ്റാർച്ച് കുറച്ചിട്ട് ഫൈബർ ഉള്ള ഫുഡാണ് ഈ പ്രായമാകും തോറും ആളുകൾ കഴിക്കേണ്ടതെന്ന് പറയുന്നത്. പിന്നെ അപ്പോ കാർബോഹൈഡ്രേറ്റ്സ്, റിജു ആ കാർബോഹൈഡ്രേറ്റ്സിന്റെ ലിസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് കാണാം ബ്രെഡ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിലും എത്ര കാർബ് അടങ്ങിയിട്ടുണ്ടെന്ന് അതിനകത്ത് ഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ലൈസിൽ എത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. കോൺ മീൽ, ക്രീം ഓഫ് വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗോതമ്പ് നമ്മൾ ദോശയായിട്ട് കഴിക്കുമ്പോൾ അത് ക്രീം ഫോമിലല്ലേ, കുക്ക്ഡ് വിത്ത് വാട്ടർ. അതാണ് വീറ്റിനകത്ത് വെള്ളം മിക്സ് ചെയ്ത് അത് ക്രീമാക്കി ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്രീമി ആണല്ലോ നമ്മൾ ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോരോ രീതിയിലുള്ളത് കുറേ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങളത് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. നിങ്ങൾ അത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് കുറച്ചധികം ഉണ്ട്, ചിലപ്പോ 2 days ഒക്കെ വരുമായിരിക്കും നിങ്ങൾക്ക് അത് ഫുൾ നോക്കാൻ. ചില ഫുഡ് ഐറ്റംസ് നമുക്ക് കോമൺ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും. ചിലതിപ്പോ യൂറോപ്യൻ കൺട്രീസിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. അങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ്സ് വരും. നെക്സ്റ്റ് പ്രോട്ടീൻസ് ആണ്. ഇത് ക്ലോസ് ചെയ്ത് നമ്മുടെ ചാപ്റ്റർ തന്നെ ഇട്ടുള്ളൂ കേട്ടോ. പ്രോട്ടീൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. പ്രോട്ടീൻസിൽ ഡയറി പ്രോഡക്ട്സ് വരുന്നുണ്ട്. പ്രോട്ടീൻസിൽ ഡയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DAIRY ആണ് കേട്ടോ. ഡയറി പ്രോഡക്ട്സിന് എന്തൊക്കെയായിരിക്കും? മിൽക്ക്. ഇത് ക്ലോസ് ചെയ്തോട്ടെ റിജു. എന്നിട്ട് നമ്മളുടെ ചാപ്റ്റർ ഇട്ടോളൂ. മിൽക്ക്, യോഗർട്ട്, യോഗർട്ട്, ബട്ടർ, ബട്ടർ, ചീസ്, പനീർ. അപ്പൊ പ്രോട്ടീൻസിൽ അതെല്ലാം വരും. പിന്നെ നട്ട്സ് വരും, സീഡ്സ്. നട്ട്സ് എന്നൊക്കെ പറയുമ്പം ആൽമണ്ട്സ് ഉണ്ട്, പൈൻ നട്ട്സ്, വാൾനട്ട്, പിന്നെ ഹേസൽ നട്ട്, കാഷ്യൂ. പിന്നെ സീഡില് പംകിൻ സീഡ് കഴിക്കുന്നുണ്ട്, സെസാം സീഡ്, ചിയ സീഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സൺഫ്ലവറിന്റെ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്,
അങ്ങനെ സീഡിൽ കുറെ ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. നട്ട്സിൽ നമുക്ക് കുറെ വെറൈറ്റീസ് ഉണ്ട്. കാഷ്യൂ, ആൽമണ്ട്, ഹേസൽനട്ട്, വാൽനട്ട്, അങ്ങനെ നട്ട്സിൽ കുറെ ഉണ്ട്. പിന്നെ ലെഗ്യൂംസ് ആൻഡ് ബീൻസ്. ലെഗ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? പയറുവർഗ്ഗങ്ങളാണ് ശരിക്കും ലെഗ്യൂം എന്ന് പറയുന്നത്. പല ടൈപ്പ് പയർ അതിനകത്തുണ്ട് അല്ലെ. സോയാബീൻ ഉണ്ടാവും, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ചെറുപയർ, വൻപയർ, രാജ്മ, അങ്ങനെ കുറെ പയറുകളുണ്ട്. ബീൻസ്. അങ്ങനെ ശരിക്കും ഈ ലെഗ്യൂംസ് പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ പയറുവർഗ്ഗങ്ങൾ, ലെഗ്യൂംസ്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഇഷ്യൂസിന്റെ റിസ്ക് കുറയ്ക്കും. ലോവർ ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസസ് പയറുവർഗ്ഗങ്ങൾ കഴിച്ച്. പിന്നെ വേറൊരു സാധനമാണ് ടോഫു. പൊതുവെ ചൈനീസ്, ജാപ്പനീസ് അവരാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ടോഫു? അതെ. ടോഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ഇവിടെ ഉണ്ട്, പനീർ. അതായത് പനീർ ശരിക്കും മിൽക്കിനെ ഇതാക്കി ഫോം ചെയ്യുന്ന ക്യൂബ്സ് ആണെങ്കിൽ ടോഫു സോയാ മിൽക്കിനെ ട്രീറ്റ് ചെയ്ത് ക്യൂബ് പോലെ ആക്കുന്നതാണ് ടോഫു. ചൈനീസ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറെ സോയാബീൻ കേടിന്നാണ് ഈ സോയാബീൻ, അതിന്റെ മിൽക്ക് ഉണ്ടല്ലോ, അതിന്റെ കേടിന്ന് അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് ടോഫു ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലെല്ലാം പ്രോട്ടീൻസ് നല്ലപോലെ ഉണ്ട്. നമ്മളുടെ ഓരോ സ്ഥലങ്ങളിലെയും കൾച്ചറും അനുസരിച്ച് ഈ ഫുഡ് ഹാബിറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പനീറാണ് കഴിക്കുന്നെങ്കിൽ ചൈനീസ് അവര് ടോഫു യൂസ് ചെയ്യും. അതാണ് വ്യത്യാസം. പിന്നെ നമുക്ക് അപ്പൊ പ്രോട്ടീൻസ് പറഞ്ഞു. നെക്സ്റ്റ് മിനറൽസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്, മീറ്റ്, ഫിഷ്, ഈ പറയുന്ന നമ്മുടെ പ്രോട്ടീൻസ് കിട്ടിയിരുന്ന മിൽക്കിലും നമുക്ക് മിനറൽസ് ഉണ്ട്. നട്ട്സിലുണ്ട്. ഫ്രൂട്ട്സ്, പ്രധാനമായിട്ടും ഡ്രൈ ഫ്രൂട്ട്സിൽ മിനറൽസ് വളരെ അധികം ഉണ്ട്. പിന്നെ റെഡ് ആൻഡ് ഗ്രീൻ പെപ്പറിൽ മിനറൽസ് നല്ലപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഡ്രൈ ആകാത്ത പെപ്പർ, ഗ്രീൻ, പിന്നെ അത് പഴുത്ത റെഡ് കളർ ആകില്ലേ. പൊട്ടറ്റോസ്, പിന്നെ സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അതിലെല്ലാം മിനറൽസ് നിറയുന്നുണ്ട്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ബ്രൊക്കോളി, പിന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഉണ്ടല്ലോ, സ്പ്രൗട്ട്സ്, അതില് എല്ലാം ഈ മിനറൽസ് നിറയുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസിന് ശരിക്കും നമുക്ക് 13 വൈറ്റമിൻസ് ആണുള്ളത്. 13 കേട്ടോ, 13 വൈറ്റമിൻസ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. 4 ഫാറ്റില് സോളുബിൾ ആണ്, 9 വാട്ടർ സോളുബിൾ ആണ്. ആ രീതിയിൽ വൈറ്റമിൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാറ്റ് സോളുബിൾ ആൻഡ് വാട്ടർ സോളുബിൾ. 4 ഫാറ്റ് സോളുബിളും 9 വാട്ടർ സോളുബിളും ആണ്. നമ്മുടെ ബോഡിയിൽ ഫാറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ്, പിന്നെ വാട്ടർ ഒക്കെ നമ്മുടെ ബോഡിയിലുണ്ട്. സോ ഫാറ്റിലെ സോളുബിൾ ആവുന്ന 9 വൈറ്റമിൻസും 4 വൈറ്റമിൻസും വാട്ടറിൽ സോളുബിൾ ആവുന്ന 9, അങ്ങനെ 13 വൈറ്റമിൻസ് ഉണ്ട്. ഫാറ്റിൽ സോളുബിൾ ആവുന്ന 4 നമ്പേഴ്സ്: എ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഫാറ്റിൽ സോളുബിൾ ആവുന്നത് നമ്മളുടെ എന്താ പറയാ മെറ്റീരിയൽ അതില്ല, എക്സ്ട്രാ ആണ്. അപ്പൊ അങ്ങനെ തന്നെ സ്റ്റില്ലാക്കി വെച്ചോ ആ പേജ്. പിന്നെ അപ്പം ഫാറ്റിൽ സോളുബിൾ ആയിട്ട് മാം ഒന്നും കൂടി പറയോ? വൈറ്റമിൻ എ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് കെ. വൈറ്റമിൻ കെ ഫാറ്റിൽ സോളുബിൾ ആവുന്ന 4. എ, ഡി ആണ് കേട്ടോ, 4th ലെറ്റർ ആൽഫബറ്റില് ഡി, ഇ ആൻഡ് കെ. ഇനി വാട്ടറിൽ സോളുബിൾ ആവുന്നത് വൈറ്റമിൻ സിയും 8 ബി വൈറ്റമിൻസ് ഉണ്ട്. 8 ബി വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ B1, B2, B3, B5, B6, B7, B9, B12. വൈറ്റമിൻ സിയും 8 ബി വൈറ്റമിൻസും കൂടെ അത് അങ്ങനെ 9 ആണ് വാട്ടർ സോളുബിൾ ആയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, വൈറ്റമിൻ സി ആൻഡ് 8 ബി വൈറ്റമിൻസ്, ദാറ്റ് ഇസ് B1. B1ന്റെ പേരാണ് തയാമിൻ. B2 റൈബോഫ്ലേവിൻ, RIBOFLAVIN. B1 തയാമിൻ, THIAMINE. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കംപ്ലീറ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. എന്നാലും നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഗൂഗിൾ ചെയ്ത് ഓരോന്നിന്റെയും എന്തിനുള്ളതാണ്, അത് കുറഞ്ഞാൽ ഡെഫിഷ്യന്റ് ആയാൽ എന്ത് സംഭവിക്കും, അതൊക്കെ നമുക്ക്
നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ ഒരു ദിവസം ആകുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ഇത്രയില്ലേ, 8 ബി വൈറ്റമിൻസ് ഉണ്ട്. B1 തയാമിൻ, B2 റൈബോ ഫ്ലേവിൻ, RIBO, FLA, VAN. B3 നിയാസിൻ, NIACIN, NIACIN. പിന്നെ B5 പാൻറ്റോതെനിക് ആസിഡ്, PANTOTHENIC, പാൻറ്റോതെനിക് ആസിഡ്, PANTOTHENIC, പാൻറ്റോതെനിക് ആസിഡ്. നെക്സ്റ്റ് B6 പൈറൈഡോക്സിൻ, PYRIDOXINE, B6 പൈറൈഡോക്സിൻ. ആക്ച്വലി ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കട്ടല്ല, നമ്മളുടെ സെൽഫ് അവയർനെസ്സിനാണ്. കുട്ടികൾക്ക് എന്തിന്റെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ട്, അതിന്റെ സിംറ്റംസ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും. അതിനെന്തവർ കഴിച്ചാൽ ആ ഒരു രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റും. B6 പൈറൈഡോക്സിൻ, PYRIDOXINE, PYRIDOXINE. നെക്സ്റ്റ് B7 ശ്രദ്ധിക്കുക, ഓർഡറിൽ പോലും അല്ല അതിന്റെ നമ്പറിങ്. 1 2 3 4 5 എന്നല്ല, 1 2 3 5 6 പിന്നെ 7. B7 ബയോട്ടിൻ, BIOTIN, ബയോട്ടിൻ. നെക്സ്റ്റ് B9 ഫോളേറ്റ്, FOLATE. B9 ഫോളേറ്റ്. ലാസ്റ്റ് വൺ ബി വൈറ്റമിൻസിലെ ലാസ്റ്റ് വൺ ആണ് B12 B9 folate, 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 FOLATE. B12 cobalamin, COBALAMIN. നമ്മൾ 13 വൈറ്റമിൻസ് ആണ് പറഞ്ഞത്. അതിൽ 4 എണ്ണം 4 ഫാറ്റ് സോളുബിളും 9 വാട്ടർ സോളുബിളും. 4 ഫാറ്റ് സോളുബിളും വൈറ്റമിൻ A, D, E and K. 9 വാട്ടർ സോളുബിൾ vitamin C and 8 B vitamins. 8 B vitamins ആണ് B1, B2, B3, B5, B6, B7, B9, B12. അതിന്റെ ഓരോന്നിന്റെയും പേരും ഉണ്ട്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പൈറിഡോക്സൈൻ, B7 ബയോട്ടിൻ, B9 ഫോളേറ്റ്, B12 കൊബാലമിൻ. ഇത്രയും വൈറ്റമിൻസ് ഉണ്ട്. സിട്രസ് ഫ്രൂട്ട്സിൽ വൈറ്റമിൻസ് നിറയെ ഉണ്ട്. ലൈക്ക് ഓറഞ്ച്, അതുപോലെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട്സ്, അതിലൊക്കെ വൈറ്റമിൻസ് നിറയുണ്ട്. പിന്നെ ലീഫി വെജിറ്റബിൾസ്, അതിലെല്ലാം വൈറ്റമിൻസ് നിറയെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിന്റെ ഒരു ബ്രീഫിംഗ് ആയിട്ടു ഇത് നമ്മൾ ഓരോ ദിവസവും കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് മാക്സിമം പറയാവുന്ന ദിവസം അത് പറയും. അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്ത് സംഭവിക്കും, അത് എക്സസീവ് ആയി കഴിഞ്ഞാൽ ഓരോ ഏജ് ഗ്രൂപ്പിന് എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മളൊക്കെ ഓരോ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഇതിന് നോട്ടിലധികം കാണില്ല. നമ്മൾ മാക്സിമം നമുക്ക് കളക്ട് ചെയ്യാവുന്നിടത്ത് നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നാളെ കാർബോഹൈഡ്രേറ്റ്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും മാക്സിമം കളക്ട് ചെയ്യാവുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിട്ട് വെക്കാം. അപ്പൊ ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞു. ഇനി ഒരു മനുഷ്യന്റെ ഫിസിക്കൽ ബോഡി, അതിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ഫുഡ് ആൻഡ് എക്സസൈസ്, അല്ലെ?
ഫിസിക്കൽ ബോഡിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെന്റൽ ഹെൽത്ത് അല്ല ഞാൻ പറയുന്നത്, ഫിസിക്കൽ ബോഡിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫുഡ് ആൻഡ് എക്സസൈസ്. സോ ദാറ്റ് ബോഡി എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ഈറ്റിംഗ് ഫുഡ്, അല്ലെ? ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ആ ബോഡി അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം കിടക്കുന്ന ഒരാളുടെ അവസ്ഥ എല്ലും തോലുമായി പോകും, ചിലപ്പോൾ ഡെത്ത് ആവാനും ചാൻസ് ഉണ്ട്, അല്ലെ? പലപ്പോഴും ഫുഡ് ഹാബിറ്റ്സ് ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്നു. The food habits knowingly or unknowingly leads to diseases. കറക്റ്റ് ആണോ? അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനിങ് ഉണ്ടോ? അറിയുന്നത് food habits knowingly or unknowingly leads to diseases. ഇത് കഴിച്ചാൽ എനിക്ക് പ്രശ്നമാണ് എന്നറിഞ്ഞിട്ടും ചിലപ്പോൾ നമ്മൾ ഫുഡ് എടുക്കും. ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, മധുരം പാടില്ല, എന്നാലും ചിലപ്പോൾ ചില സമയത്ത് മധുരം കഴിക്കും. കൊളസ്ട്രോൾ ഉണ്ട്, അപ്പൊ അധികം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംടൈംസ് അങ്ങ് കഴിച്ചു പോകും. സോ നോയിങ്ലി ഓർ അൺനോയിങ്ലി, അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ലീഡ്സ് ടു ഡിസീസസ്. നമുക്ക് പല ടൈപ്പ് മെഡിക്കൽ ഫീൽഡ് ഉണ്ട്, അല്ലെ? ഹോമിയോപ്പതി, ആയുർവേദം, അലോപ്പതി, യുനാനി, അങ്ങനെ കുറെ ടൈപ്പ് മെഡിക്കൽ ഫീൽഡ്സ് ഉണ്ട്. നമ്മളുടെ ഒരു ചോയ്സിനനുസരിച്ച് നമ്മൾ ഓരോന്നും. ആയുർവേദം പറയുന്നത്, അക്കോർഡിംഗ് ടു ആയുർവേദിക് സയൻസ്, മെജോറിറ്റി ഓഫ് ഡിസീസസ് സ്റ്റാർട്ട്സ് ഫ്രം എവിടുന്ന? സ്റ്റാർട്ട്സ് ഫ്രം ദി സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മുഴുവൻ ചെന്ന് സ്റ്റോർ ചെയ്യുന്നത് അവിടെയാണ് ബാക്കി കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്ന് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്, അല്ലെ? അപ്പോൾ മെജോറിറ്റി ഓഫ് ഡിസീസസ് സ്റ്റാർട്ട്സ് ഫ്രം ദ സ്റ്റൊമക്ക് എന്ന് ആയുർവേദ സയൻസ് പറയും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസീസസ് ഉണ്ടാകാതിരിക്കാൻ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? വാട്ട് തിങ്സ് വി ഷുഡ് ടേക്ക് ഫോർ നോട്ട് ബിക്കമിങ് ഇൽ? അസുഖം വരാതിരിക്കാൻ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? വാട്ട് സ്റ്റെപ്സ്? ബാലൻസ്ഡ് ഡയറ്റ്, സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഒരു പോയിന്റ്, സമയത്തിന് ഭക്ഷണം കഴിക്കണം. നെക്സ്റ്റ് വൺ, ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫുഡ് കഴിക്കണം. യെസ്, ഹെൽത്തി ഫുഡ് കഴിക്കണം, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം. മീലിലെല്ലാം ഉൾപ്പെടുത്തണം, എല്ലാം കുറേശ്ശെയായിട്ട് ഉൾപ്പെടുത്തണം. അതായത് ബാലൻസ്ഡ് ഡയറ്റ് എല്ലാം ഉൾപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ്, ഒറ്റ വാക്കി പറഞ്ഞ ബാലൻസ്ഡ് ഡയറ്റ്. ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല. യെസ്, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. യെസ്, വി ഷുഡ് അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, നമ്മള് ഫുഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നെക്സ്റ്റ്, ഹൗ മച്ച് ടു ഈറ്റ്? എത്ര കഴിക്കണം? വൈ, ഹൗ. വൈ ഡു വി ഈറ്റ് ഫുഡ്? ഹൗ മച്ച് ടു ഈറ്റ്? എന്തിന് കഴിക്കണം? എത്ര കഴിക്കണം? ഹൗ മെനി ടൈംസ് ഷുഡ് വി ഈറ്റ്? ഒരു ദിവസത്തില് എത്ര ടൈംസ് കഴിക്കണം? Then only we can build and maintain our health. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വൈ ഡു വി ഈറ്റ് ഫുഡ്? ഞാൻ എന്തിന് ഭക്ഷണം കഴിക്കണം? എന്റെ ശരീരത്തിന്റെ ഹെൽത്തിനാണെങ്കിൽ നമ്മൾ കറക്റ്റ് അതിനനുസരിച്ച് നോക്കും. പക്ഷെ ഇങ്ങനെ വാരി വലിച്ച് അങ്ങനെ കഴിക്കുമ്പോ അത് ആ വൈ എന്നുള്ളതിന്റെ ആൻസർ കറക്റ്റ് ആവും. ഐ ഷുഡ് പ്രൊട്ടക്ട് മൈ ബോഡി ഫ്രം ഡിസീസസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഫുഡ് കഴിക്കണം. പിന്നെ ഹൗ മച്ച്, എത്ര കഴിക്കണം? ഹൗ മെനി ടൈംസ്, എങ്ങനെ ടൈമിൽ കഴിക്കണം? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, വൈകിട്ട് ഒരു ഈവനിങ് സ്നാക്സ് പോലെ ചെറിയ അളവില്, പിന്നെ ഡിന്നർ, ആ രീതിയിൽ പോകും. ഫുഡ് ഫാക്ടേഴ്സും ഫുഡ് ഐറ്റംസും ആണ് നമ്മളിപ്പോ പറഞ്ഞത്. കാർബോഹൈഡ്രേറ്റ്സ്, ഫുഡ് ഫാക്ടേഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. അതെല്ലാം ഫുഡ് ഫാക്ടേഴ്സ് ആണ്. ഒരു മനുഷ്യൻ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഈ
4 ഫുഡ് ഫാക്ടേഴ്സിൽ നിന്നുള്ളതും അയാളുടെ ബോഡിയിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടണം. കാർബ് കൂടരുത്, അങ്ങനെ എല്ലാം ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ കിട്ടും. ഡയറ്റീഷ്യന്മാര് ചില സമയത്ത് കറക്റ്റ് ആ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിന് ഈവൻ ഫിലിം സ്റ്റാർസ്, മോഡൽസ്, അവരൊക്കെ ഒരു ഡയറ്റീഷ്യൻ പറയുന്ന പ്രകാരമായിരിക്കും അവരുടെ ഫുഡ് ഹാബിറ്റ്സ്. കാരണം വെച്ചാൽ അവർക്ക് എപ്പോഴും അവരുടെ യുവത്വം നിലനിർത്തണം. മമ്മൂട്ടിയെ കണ്ടില്ലേ, ഒരു എക്സാമ്പിൾ തന്നെ അതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഡയറ്റ് നോക്കി കറക്റ്റ്, പിന്നെ അതിന്റെ കൂടെ എക്സസൈസ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേണമെങ്കിൽ CH എന്ന് കാർബോഹൈഡ്രേറ്റ് സിമ്പിൾ ആയിട്ടൊരു നൊട്ടേഷൻ കൊടുക്കാം. CH. ഓക്കെ, ഈ കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് ഡയലൂട്ടിംഗ് ഫോമിലുണ്ട് കാർബോഹൈഡ്രേറ്റ്. ഞാൻ കാർബോഹൈഡ്രേറ്റിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഇത് വെറൈറ്റി ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്: ഷുഗർ, സ്റ്റാർച്ച്, ഫൈബർ. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫോമാണ്. അതായത് നമുക്കിപ്പോ ഫുഡ് ഐറ്റംസ് അതിന്റെ പറയുവാണെങ്കിൽ ബ്രെഡ്, ബീൻസ്, അങ്ങനെ നമുക്ക് പറയും. അതിന്റെ വെറൈറ്റി ഫോമിൽ വരുന്നതാണ് ഷുഗർ. ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലെ, സ്റ്റാർച്ചി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 3ഉം കാർബോഹൈഡ്രേറ്റിന്റെ വെറൈറ്റി ഫോംസ് ആണ്. ഷുഗർ കണ്ടന്റ് ഉള്ളതുണ്ട്, ഫൈബർ കണ്ടന്റ് ഉള്ളതുണ്ട്, സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ളതുണ്ട്. പ്രായമാകുന്നവർക്ക് കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊടുക്കാൻ പറയും. കാരണം അവർക്ക് പ്രായമാകുന്നതോറും ഡൈജഷൻ ബുദ്ധിമുട്ടായിട്ട് വരും. ചെറുപ്രായങ്ങളിൽ ഷുഗർ കണ്ടന്റ് ഉള്ളത് കഴിക്കും, സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ളത് കഴിക്കും. പക്ഷെ പ്രായമാകുന്നതോറും ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പറയും. അപ്പൊ ഈ ഡയറ്റീഷ്യന്മാര് ഡയറ്റ് പറയുമ്പോൾ ഒരു സ്പൂൺ റൈസ്, അതിന്റെ കൂടെ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൂടുതൽ വരും, സ്റ്റാർച്ച് വരുന്നത് കുറവായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലുണ്ടാവും. അപ്പൊ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ ഡൈലൂട്ടിംഗ് ഫോമാണ് ഷുഗർ എന്ന് പറയുന്നത്. ഡൈലൂട്ടഡ് ആവുന്നത്, അലിഞ്ഞു ചേരുന്ന ഫോമാണ് ഷുഗർ എന്ന് പറയുന്നത്. നോൺ ഡൈലൂട്ടിംഗ് ഫോമാണ് സ്റ്റാർച്ച്. അതാണ് സ്റ്റാർച്ച് ഉള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ നേരത്തേക്ക് വിശക്കില്ല. റൈസ്, പിന്നെ ടാപ്പിയോ, കപ്പ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് പെട്ടെന്നൊന്നും വിശക്കൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് വിയർത്ത് കഠിനാധ്വാനം ചെയ്യുന്ന പണിക്കാർക്ക്, അങ്ങനെയുള്ളവർക്ക് അവരുടെ നേടിയ എനർജി എന്ന് പറയുന്നത് സ്റ്റാർച്ച് ചെയ്താണ് ശരിക്കും കിട്ടുന്നത്. അപ്പൊ സ്റ്റാർച്ച്, ഷുഗർ പെട്ടെന്ന് ഡൈലൂട്ട് ആയി പോകും. സ്റ്റാർച്ച് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കുറെ നേരം പ്രിസർവ് ആയിട്ടിരിക്കും. അപ്പൊ ബോഡിക്ക് നല്ല പോലെ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള ഫുഡ് കഴിച്ചിട്ട് പണിക്കിറങ്ങുന്ന ഒരാൾക്ക് വേണ്ടുന്ന എനർജി മുഴുവനും ആ സ്റ്റാർച്ച് ചെയ്ത് കിട്ടുക. കാർബോഹൈഡ്രേറ്റ്സിന്റെ വേരിയസ് ഫോമാണ് ഷുഗർ, ഫൈബർ ആൻഡ് സ്റ്റാർച്ച്. ഡൈലൂട്ട് ഫോമാണ് ഷുഗർ, നോൺ ഡൈലൂട്ട് ഫോമാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർച്ചി ഫുഡ് നമ്മളിങ്ങനെ ചൂ ചെയ്താണ് കഴിക്കുന്നത് അല്ലെ, ചവച്ചരച്ച് കഴിക്കും. നമ്മളുടെ റൈസ് ഒരു എക്സാമ്പിൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കാർബോഹൈഡ്രേറ്റ്സിനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ വേരിയസ് ഫോംസും ആ വേരിയസ് ഫോമിൽ ഡൈലൂട്ടഡ് ഏതാണ്, നോൺ ഡൈലൂട്ടഡ് ഏതാണ് എന്നുള്ളത്. അപ്പൊ ഈ പക്ഷെ ഈ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് കൂടുതൽ ഫോം ചെയ്യുന്നത് ഇതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് ഫോമിലുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ്. അങ്ങനെ അത് അമിതമാകുന്നു, അങ്ങനെ വരുന്ന കൺട്രോൾ ആവാതെ വരുമ്പോഴാണ് ഈ ഡയബറ്റിക് പേഷ്യൻസ്, അവർക്ക് ഡയബറ്റിക് ആവുന്നത്. അപ്പൊ അവര് കൂടുതലും ഈ സ്റ്റാർച്ച് കണ്ടന്റ് അല്ലെങ്കിൽ കാർബോ ഫുഡ് കുറച്ചിട്ട് അല്ലാതെയുള്ള ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൂടുതൽ കഴിക്കാന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? നമ്മളുടെ ഫുഡ് ഫാക്ടേഴ്സിലെ കാർബോഹൈഡ്രേറ്റ്സ് ആയിരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു റിവ്യൂ തരുന്നു കേട്ടോ. അടുത്ത ക്ലാസ് കൂടുതൽ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, ഒരു ഡിസ്കഷൻ എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ, നാളത്തെ ഇന്ററാക്റ്റീവ് സെഷനിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രോട്ടീൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രോട്ടീൻസ് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ബോഡി ഗ്രോത്തിന് ഉള്ള ഒരു മെയിൻ ഫാക്ടറാണ് പ്രോട്ടീൻസ്. ഇത് ബോഡി ബിൽഡിംഗ് ടിഷ്യൂസ് എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. വി കോൾ ദം ആസ് ബോഡി ബിൽഡിംഗ് ടിഷ്യൂസ്. ഇതില് സൾഫർ ഉണ്ട്, ഫോസ്ഫറസ്, അങ്ങനെയുള്ള പല മെറ്റീരിയൽസ് ഉണ്ടാകും. നമ്മളുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ ആണ്.
പ്രോട്ടീൻസ് നമ്മളുടെ ബോഡിയിൽ ചെല്ലുമ്പോഴാണ് ഡൈജഷൻ കൂടുതൽ നല്ല രീതിയിൽ നടക്കുള്ളൂ. അങ്ങനെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രോട്ടീൻസ്. പക്ഷെ നമ്മളല്ലാതെയും സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കും. ഫുഡിലൂടെ നമുക്ക് പ്രോട്ടീൻസും ചെല്ലും. രണ്ടും നമുക്ക് ആവശ്യം. ഈ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ് എൻസൈം. എൻസൈം എന്ന് പറയുന്നത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് എൻസൈം എന്ന് പറയുന്നത്. കുട്ടികളില് ഗ്രോവിങ് ചിൽഡ്രനില് പ്രോട്ടീൻസ് വളരെ ആവശ്യമാണ്. അതാണ് അവർക്ക് പയറുവർഗ്ഗങ്ങൾ ശരിക്കും കൊടുക്കും. ഗ്രോവിങ് ചിൽഡ്രൻ ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അമ്മ അതിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ശരിക്കും പ്രോട്ടീൻ ഉള്ള ഫുഡ് കൊടുക്കും. പയർ നല്ലപോലെ കൊടുക്കും, നല്ലപോലെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടിക്ക് ആ രീതിയിൽ പ്രോട്ടീൻസ് കിട്ടും. മിൽക്കിലെ പ്രോട്ടീൻസ് വളരെ കൂടുതലാണ്, ഫിഷിൽ കൂടുതലാണ്, മീറ്റ്, പീ, അങ്ങനെ പയർ, അത് നട്ട്, പിന്നെ കടല, നമ്മുടെ പലതരം പീസ് ഇല്ലേ, ഗ്രീൻ പീസ്, അങ്ങനെയുള്ള എല്ലാത്തിലും, സോയാബീൻ, ബനാന, മാംഗോ, അതിലെല്ലാം പ്രോട്ടീൻസ് നിറയെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം മിൽക്ക്, എഗ്, ഫിഷ്, മീറ്റ്, പലതരം ലെഗ്യൂംസ് എന്ന് ഒറ്റവാക്കി പറയാം. പയറുവർഗ്ഗങ്ങളിലെല്ലാം പ്രോട്ടീൻസ് നിറയെ, നട്ട്സിലെല്ലാം പ്രോട്ടീൻസ് നിറയുന്നുണ്ട്. ഒരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 തുടങ്ങി 40 grams ഓഫ് പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡൈജഷൻ. ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ ആണ്. സോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് 30 to 40 grams ഓഫ് പ്രോട്ടീൻ ആവശ്യമാണ്. ഈ കിഡ്നി പേഷ്യൻസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അവരുടെ ഫുഡില് ശരിക്കും ബനാനാസും അതുപോലെ തന്നെ പയറും ഉൾപ്പെടുത്താനായിട്ട് പറയാറുണ്ട്. പിന്നെ ദ ഡിവിഷൻ ഓഫ് പ്രോട്ടീൻ ഇൻ ദ ബോഡി. ഈ പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് യൂറിയ, യൂറിക് ആസിഡ്, കരോട്ടിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. യൂറിയ നമ്മളുടെ ബോഡിയിൽ നിന്ന് യൂറിന്റെ ഫോമിൽ പുറത്തേക്ക് പോകുന്നു. യൂറിക് ആസിഡ് ബോഡിയിൽ നിന്ന് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നില്ല. അത് ബോഡി ഫ്ലൂയിഡ്സിൽ തന്നെ, ബോഡി ജോയിന്റ്സ് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും യൂറിക് ആസിഡ്. ചിലപ്പം ഈ കുറച്ചൊന്ന് പ്രായമായി കഴിയുമ്പോൾ മുട്ടുവേദന, കാലുവേദനയൊക്കെ പറയുമ്പോഴേക്കും ഡോക്ടർ പറയും യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയും. അത് കുറയുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ജോയിന്റ്സിൽ പെയിൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ജോയിന്റ്സിൽ ഒരു ഫ്രിക്ഷൻ കൊടുക്കുന്നതാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ജോയിന്റ്സിലെല്ലാം, അത് പുറത്തേക്ക് പോകുന്നില്ല, അതേസമയം ജോയിന്റ്സിലെല്ലാം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കും. യൂറിന്റെ ഫോമിൽ പുറത്തേക്ക് വരും. യൂറിക് ആസിഡ് ബോഡിയിൽ തന്നെ ജോയിന്റ്സും അവിടെയെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കും. അപ്പൊ യൂറിക് ആസിഡിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് പലപ്പോഴും വാദം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. റുമാറ്റിക് ടൈപ്പ് ഓഫ് ഡിസീസസ് യൂറിക് ആസിഡിന്റെ പ്രോബ്ലം കൊണ്ടാണ് പലപ്പോഴും വാദം പോലുള്ള അസുഖങ്ങൾ വരുന്നത്. യൂറിക് ആസിഡ് കൂടിയാലും ഈ പറഞ്ഞ റുമാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനത്തെ പ്രോബ്ലം എല്ലാം വരും. പ്രത്യേകിച്ച് നമ്മൾ ഈ മീറ്റിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്ന് പറയല്ലോ. ഈ പ്രോട്ടീൻസിന്റെ ഓവർ ഡെപ്പോസിഷൻ പലപ്പോഴും, അതായത് മീറ്റ് പ്രോട്ടീനിലാണെന്നാണ് നമുക്ക് കൂടുതൽ ഓവർ ഡെപ്പോസിഷൻ വരാനുള്ള ചാൻസ് കൂടുതൽ യൂറിക് ആസിഡിന്റെ. അങ്ങനെ വരുമ്പോൾ റുമാറ്റിക് ആർത്രൈറ്റിസിന്റെ അല്ലെങ്കിൽ ആർത്രൈറ്റിസിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ടൊക്കെ ഇത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു ഘടകം കൂടിയുണ്ട്. അത് ഇതെല്ലാത്തിലും വരുന്നുണ്ട്. ഫാറ്റ്, ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സിലും പ്രോട്ടീൻസിലും മിനറൽസ്, അങ്ങനെ അതിൽ ആ കണ്ടന്റ് എല്ലാം വരുന്ന ഫുഡിൽ നമുക്ക് ഫാറ്റ് വരുന്നുണ്ട്. മിൽക്ക് പ്രോഡക്ട്സ്, ഡയറി പ്രോഡക്ട്സ്, മീറ്റ്, ഫിഷ്, എല്ലാത്തിലും ഫാറ്റ് വരുന്നുണ്ട് അല്ലെ. സോ ഫാറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഇറ്റ് ക്രിയേറ്റ്സ് ഇമ്മ്യൂണിറ്റി ഇൻ അവർ ബോഡി ആൻഡ് സേവ്സ് us ഫ്രം കോൾഡ്. ഈ ഫാറ്റ് ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ ബോഡിയിൽ ആ ഫാറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭയങ്കര തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്നത്. നാച്ചുറലായിട്ട് തണുപ്പുള്ള രാജ്യങ്ങളില് മൃഗങ്ങൾക്ക് അതുപോലുള്ള ഫറും അവരുടെ ഫ്ലഷും ആ ഫാറ്റ് ഡെപ്പോസിഷനും അങ്ങനെയായിരിക്കും. അപ്പൊ അത് കോൾഡിൽ നിന്നെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ബോഡിയെ സേവ് ചെയ്യുന്നു. ഓയിൽസ്, മിൽക്ക്, എഗ്, ഫിഷ്, മീറ്റ്, ഇതിലെല്ലാം ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും.
എക്സ്ട്രാ വരുന്ന ഫാറ്റ് നമ്മുടെ സ്കിന്നിൽ സ്റ്റോർ ആവുന്നു. മസിൽസ്, കിഡ്നി അതിലെല്ലാം എക്സ്ട്രാ വരുന്ന ഫാറ്റ് സ്റ്റോർ ആവുന്നു. ഫാറ്റ് ഡെപ്പോസിഷൻ കൂടിയാലും പ്രശ്നമാണ്, അസുഖങ്ങൾ വരും. പ്രായമാകുന്നതോറും ഫാറ്റ് കുറഞ്ഞ ഫുഡ്, ഓയിലി ഫുഡ് കുറച്ച് കുറയ്ക്കുക, ഫ്രൈ ചെയ്തത് ഒഴിവാക്കുക. അങ്ങനെ കൊളസ്ട്രോൾ ലെവൽ കൂടുമ്പോൾ കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അതാണല്ലോ, ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക എന്നുള്ളത്. The excess fat leads to the formation of cholesterol. അത് ബ്ലഡ് വെസൽസിൽ സ്റ്റോർ ആകും. അപ്പോഴാണ് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആകില്ല. അങ്ങനെ വരുമ്പോഴാണ് ഹാർട്ട് ഡിസീസ് വരുന്നത്. കണ്ടോ, ഫാറ്റ് എക്സസ് ആകുമ്പോഴുള്ള പ്രോബ്ലം. ബ്ലഡ് വെസൽസിൽ സ്റ്റോർ ആകും, അഫക്ട്സ് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ഫ്ലോ എന്നെ അഫക്ട് ചെയ്യുന്നു. അങ്ങനെ ഹാർട്ട് ഡിസീസിന് അതൊരു റീസൺ ആകുന്നു. ബ്ലഡ് പ്രഷർ, അതിന്റെ ഒരു ഫാറ്റിന്റെ പ്രസൻസ് കൊണ്ട് ബ്ലഡ് പ്രഷറും വരാം. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ഇത്രയും സമയമായില്ലേ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. നമ്മള് കുട്ടികൾക്ക് എന്തെല്ലാം ഹെൽത്തി ഫുഡ് ആണ് വേണ്ടത് ഫോർ ദ പ്രോപ്പർ ഡെവലപ്മെന്റ്. ചിൽഡ്രൻ നീഡ് healthy food for their growth and development. The food factors of healthy food are carbohydrates, proteins, minerals, and vitamins. Various carbohydrates, proteins, minerals, and vitamins we all just discussed. Then the food they eat, they means children ആണെങ്കിലും grown-ups ആണെങ്കിലും food they eat should provide energy and nutrients in a compact, it should be balanced diet. Then only they will get the proper amount of all the food factors. എല്ലാ ഫുഡ് ഫാക്ടേഴ്സും കറക്റ്റ് അളവിൽ കിട്ടുവാണെങ്കിലാണ് അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഫോം ചെയ്യാൻ പറ്റും. റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്, റിച്ച് ഇൻ പ്രോട്ടീൻസ്, റിച്ച് ഇൻ മിനറൽസ്, rich in vitamins. That type of food should be given to the children. Okay. ഈ നെക്സ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ ഇതുപോലത്തെ വായിച്ച് അതും ഒരു മെഡിറ്റേഷനിലൂടെ അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ എന്ന് പറയും. സെക്കൻഡ് പാരഗ്രാഫ് ആയിരിച്ചു. കഴിഞ്ഞു.
Okay. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? ആരാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക? ഞാൻ ചെയ്തത് മനുഷ്യത്വത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിന്റെ അവതരണത്തിനും ഭക്ഷണം വളരെ ആവശ്യമാണെങ്കിലും അമിതമായ അളവിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. അതിനാൽ ഓരോ മനുഷ്യരും ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കലോറിയിൽ കണക്കാക്കുന്നു. ഒരു വ്യക്തിയുടെ ഭാരം, പേശികളുടെ അളവ്, പ്രായം, സെക്സ്, കാലാവസ്ഥ തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം ഉപയോഗിക്കുന്ന പ്രക്രിയയെ മെറ്റബോളിസം എന്ന് വിളിക്കുന്നു. So we already said that too much food will cause disease. So we have to take the correct amount of food. Like പറയാറില്ലേ ചില ആൾക്കാർക്ക് ഡയറ്റ് ഇത്ര കലോറി ഉള്ള ഫുഡ് കഴിക്കണം, കലോറി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബേൺ ചെയ്ത് കളയാനായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ആ രീതിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കലോറിയിലാണ് പറയുന്നത്. അപ്പൊ മിൽക്കിന് ഇത്ര കലോറി, റൈസിന് ഇത്ര, വീറ്റിന് ഇത്ര, അങ്ങനെ ഓരോന്നിന്റെയും ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കറക്റ്റ് മെറ്റബോളിസം നടക്കുന്നില്ലെങ്കിൽ ഇപ്പൊ എത്ര ഭക്ഷണം കഴിച്ചിട്ടും ആ വ്യക്തി ടയേർഡായി പോകും. കാരണം കറക്റ്റ് ആയിട്ട് അയാളുടെ ബോവൽ മൂവ്മെന്റ്സ് നടക്കുന്നില്ല, കറക്റ്റ് ഡൈജഷൻ നടക്കുന്നില്ല. മെറ്റബോളിസം ശരിയല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡൈജഷൻ ശരിയാവാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മെറ്റബോളിസം പലപ്പോഴും അത് തകരാറിലാകും. സോ മെറ്റബോളിസം പറഞ്ഞാൽ കറക്റ്റ് ഡൈജഷൻ ആണ്, കറക്റ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ, കഴിക്കുന്ന ഫുഡിനെ എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് എനർജി ആവശ്യമാണ്. നമ്മുടെ ഡേ ടു ഡേ വർക്കിനും നമ്മളിപ്പോ പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് കറക്റ്റ് ആയിട്ട് ആ എനർജി വേണം. കറക്റ്റ് മെറ്റബോളിസം നടന്നാലാണ് ആ എനർജി പോസിബിൾ ആവുള്ളൂ. നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് വാരി വലിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വെറുതെ അങ്ങ് കിടന്നു പോവുകയുള്ളൂ. എക്സസീവ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് വിൽ ഹാം ദി ബോഡി. ഫുഡിനേക്കാളും അത് ഹാം ചെയ്യുള്ളൂ. Therefore, every human being has to regulate the input of food. ഫുഡിന്റെ ഇൻപുട്ട്, ഫുഡ് കഴിക്കുന്നത് റെഗുലേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. നമുക്ക് ചിലപ്പോൾ വയറ് നിറഞ്ഞാലും കുറച്ചുകൂടെ കഴിച്ചേക്കാം, ആ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ചില ആളുകളുണ്ട്. അതിന്റെ ക്വാണ്ടിറ്റി, ഫുഡിന്റെ ക്വാണ്ടിറ്റി കണക്കാക്കുന്നത് കാലറി വെച്ചിട്ടാണ്. പല വേരിയസ് ഫാക്ടേഴ്സ് വെച്ചിട്ട് ആണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി കണക്കാക്കുന്നത്. ഇപ്പൊ ഭയങ്കരമായിട്ട് അമിതവണ്ണം, ഒബിസിറ്റി ഉള്ള ഒരു മനുഷ്യനാന്ന് വിചാരിക്കാം. അയാള് ഡയറ്റ് എടുക്കുവാണെങ്കിൽ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഡോക്ടേഴ്സ് പറയും ഇത്ര കലോറി ഫുഡാണ്. അപ്പൊ അത്ര കലോറി വരണമെങ്കിൽ അവർ പറയും കറി വെച്ച മീറ്റ് ഒരു പീസ്, അല്ലെങ്കിൽ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഇത്ര റൈസ്, ഇത്ര ചപ്പാത്തി, അല്ലെങ്കിൽ പാലാണെങ്കിൽ പാൽ എങ്ങനെ വേണം എന്നുള്ളത്, പാടം വയ്ക്കിയ പാല് ഏതെങ്കിലും രീതിയിൽ പറയുമായിരിക്കും. പിന്നെ ഫ്രൂട്ട് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് ആഡിങ് ഷുഗർ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഡയറ്റ് കൺട്രോള് ചിലപ്പോ അവർക്ക് കൊടുക്കും. ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർക്ക് ഓരോ ദിവസവും അവർക്ക് എത്ര കലോറി ഫുഡ് അവർക്ക് വേണം എന്നുള്ളത് ഡയറ്റീഷ്യന് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ഹ്യൂമൻ ബോഡിയിൽ ഈ ഫുഡിന്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം, എന്തെങ്കിലും ഡിസീസ് വരുമ്പോൾ മെറ്റബോളിസം അത് ഡൗൺ ആവും, അതിന്റെ ഫങ്ഷനിങ് പ്രോപ്പർ ആവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മെറ്റബോളിസത്തെ കുറിച്ചും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ 3 കാറ്റഗറീസിലുള്ള ഫുഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിനു മുമ്പ് നമുക്ക് ഈ ഓരോ ഫുഡ് ഫാക്ടേഴ്സും, കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും അതിന്റെ കൂടെ ഫാറ്റ്സും കൂടെ ഒന്ന് വെക്കാം.
അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഏതൊക്കെ ഫുഡിൽ എന്താ അടങ്ങിയിരിക്കുന്നു, ചില കോമൺ ആയിട്ടുള്ളതിന് എത്രയാണ് കലോറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം ഹെൽത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കുട്ടികൾ എങ്ങനെ കഴിക്കണം, പ്രായമായവർ എങ്ങനെ കഴിക്കണം, ഡയബറ്റിക് പേഷ്യൻസ് എങ്ങനെ കഴിക്കണം, അങ്ങനെയുള്ള കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് എങ്ങനെ കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ വരും. അപ്പോൾ യൂണിറ്റ് 1 and 2 ക്യൂസ് പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അത് സമയം പോലെ അതിരുന്ന് ചെയ്യാം. ഈ ഓരോ വർക്ക് കഴിയുമ്പോൾ അതിനനുസരിച്ച് ക്യൂസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നമുക്ക് ഒരു ക്യൂസ് പ്രോഗ്രാം നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ അഡോളസന്റ് ഗ്രൂപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. കുടുംബശ്രീയിലെ അമ്മമാർക്കും അതുപോലെ തന്നെ അംഗൻവാടിയിലെ കുട്ടികളുടെ അമ്മമാർക്കും ഈ ഒരു ചെറിയൊരു സെഷനൊക്കെ ഗുഡ് ഹാബിറ്റ്സിന്റെ ഒക്കെ എടുത്തിട്ട് അവർക്കൊരു അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു ക്യൂസും കണ്ടക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടും. അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനോ ക്ലാസ് എടുക്കാനോ ഒക്കെ നിങ്ങൾ ചെലവഴിക്കും. അങ്ങനെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവയർ ആവുകയാണ്. ഇനി എന്തെങ്കിലും മാർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും ആക്ടിവിറ്റി ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കണ്ടോ? ആക്ടിവിറ്റിക്ക് സമയം ഒട്ടും വന്നില്ല. ഈ ഒരു ടോപ്പിക് അന്ന് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അവിടം വരെയും പറഞ്ഞത്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് കേട്ടില്ലല്ലോ? എന്റെ പ്രോബ്ലം ആണ്. വോയിസ് ബ്രേക്ക് ആവും. ആർക്കെങ്കിലും കേട്ടോ? എന്റെ ഇവിടുത്തെ പ്രശ്നമാണെന്ന് അറിയില്ല. വോയിസ് ബ്രേക്കാ. ഒന്ന് മെസ്സേജ് ഇടാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും? മിസ്സേ ഒരു കാര്യം ചോദിച്ചോ. ഈ PG ഡിപ്ലോമയും മറ്റേ രണ്ടും ഒരേ സിലബസ് തന്നെയാണോ? ഞങ്ങൾ പഠിക്കുമ്പോഴുള്ള കാര്യം ഞാനെന്ന് പറയാം. അതെനിക്കൊന്ന് കൺഫേം ചെയ്യണം. ഞങ്ങൾക്ക് ടെക്സ്റ്റ് കുറവായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 കോഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് SLC ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക്, പിന്നെ ഡിപ്ലോമ അതായത് +2 കഴിഞ്ഞവർക്ക് പറ്റുന്നത്, പിന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് എടുക്കാവുന്ന PG ഡിപ്ലോമ. ഞങ്ങൾക്ക് ടെക്സ്റ്റിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. PG ഡിപ്ലോമയുടെ ടെക്സ്റ്റുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അതിലൊന്ന് ഞാൻ എൻ്റെ ഒരു ടെക്സ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ന്യൂട്രീഷൻ, നഴ്സിംഗ് ആൻഡ് വെൽഫെയർ ഓഫ് ചിൽഡ്രൻ, അതാണ് ഇതിനകത്ത് വരുന്ന ഫസ്റ്റത്. അത് കൂടാതെ വേറെയും 6 ടെക്സ്റ്റ് പ്ലസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരെണ്ണവും, പിന്നെ ഞങ്ങളുടെ മെത്തഡോളജിയെ പറ്റി പറയുന്നതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞാൻ NCDCയുടെ മോണ്ടിസോറി ചെയ്ത്, NCDC എന്ന് പറഞ്ഞാൽ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ, അതിന്റെ ആയിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഇതുപോലെ 6 ടെക്സ്റ്റ് പ്ലസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്ലസ് ഈ NCDC മെത്തഡോളജിയെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതിയിലായിരുന്നു ഞങ്ങൾക്ക് പോയത്. അപ്പൊ ഞാനിപ്പോ ആ ബുക്സും കൂടെ വെച്ചിട്ടാണ്, നമ്മളുടെ മെറ്റീരിയലും ആ ബുക്സും കൂടെ വെച്ചിട്ടാണ് നിങ്ങളെ എടുക്കുന്നത് ക്ലാസ്സസ്. ഓക്കെ, ഞങ്ങൾക്ക് ടെക്സ്റ്റ് ഇങ്ങനെ കുറവ് അങ്ങനെയായിരുന്നു. ഞാൻ ഈ ഫീസിന്റെ കാര്യം ചോദിച്ചായിരുന്നു. ലാസ്റ്റ് PG ആണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ആകുമ്പോ 2 സബ്ജക്റ്റും കൂടി എക്സ്ട്രാ വരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ മെറ്റീരിയൽസ് വന്നേക്കണം കുറവായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ 2 സബ്ജക്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ ആയിരുന്നു. അങ്ങനെ തന്നെയായിരിക്കും എല്ലാ ഏതിന്റെ ആണെങ്കിലും ഇവര് എല്ലാരും ഫോളോ ചെയ്യുന്ന ഒരു ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ക്യൂസ് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്താൽ മതിയോ? മതി. കറൻസ് കളക്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉദ്ദേശിച്ചത്? നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത്, പിന്നെ വരുന്ന ഗ്രൂപ്പിനനുസരിച്ച് അതൊന്ന് സെൻസിബിൾ ആയിട്ട് മാറ്റാം. ഭയങ്കര 98%ഉം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെന്നാ പറഞ്ഞത്. എക്സാം ഇപ്പൊ ഓൺലൈനിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് essay ടൈപ്പ് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ശരിക്കും യൂണിവേഴ്സിറ്റി മോഡലിലായിരുന്നു ക്വസ്റ്റ്യൻ. കാരണം പക്ഷെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങള് റെഗുലർ ബാച്ച് ആയിരുന്നല്ലോ. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആക്കിയില്ലേ. നമുക്ക് ഒരു എക്സാം സെന്റർ ഉണ്ട്, അവിടെ പോയി എഴുതണം. 3 hours എക്സാം ആയിരുന്നു. ഓൺലൈൻ ആക്കുമ്പോൾ അതൊന്നും നടക്കില്ലല്ലോ.
ഞങ്ങളുടെ ഇതും ഇപ്പൊ ഓൺലൈനായി. ഞാൻ പഠിച്ച അവരുടെ അതും ഓൺലൈൻ ആയിട്ടുണ്ട്. നമുക്ക് ഹെഡ് ഓഫീസ് ന്യൂഡൽഹി ആയിരുന്നു, ഞങ്ങളുടെ സെന്റർ കോഴിക്കോടായിരുന്നു. മീൻസ് റീജിയണൽ സെന്റർ കോഴിക്കോടായിരുന്നു. ഞാൻ പഠിച്ചത് നിയർ ബൈ സെന്റർ എന്നുള്ള രീതി പഠിച്ചത് കൊടുങ്ങല്ലൂര്. എക്സാം വരുന്നു നമ്മൾ ഈ ഫോണിൽ കൂടി തന്നെയാണോ നമ്മൾ എഴുതുക, അങ്ങനെയാണോ? ഇതുവരെയും അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. അത് ലൈവ് ആയിരിക്കും ചിലപ്പോൾ. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം ക്ലാസ്സിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ തരുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ നിങ്ങൾ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആവില്ല എക്സാമിന് ആ ഒരു ഡേ, ആ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ പ്രസന്റ് ആയിരുന്നെന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് തന്നെ അത് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ മറ്റു കോഴ്സുകളിലെ എക്സാമിന്റെ രീതി. അത് തന്നെയായിരിക്കും ഇതിൽ. അതൊക്കെ കൺഫേം ചെയ്യാം. അല്ലാതെ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ട് എപ്പോഴെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു വെനസ്ഡേ അന്ന് എക്സാം ആണ്, 10 to 11 11:30 ആണ് നിങ്ങളുടെ എക്സാം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു റിഫ്രഷിംഗ് ടൈം ഒക്കെ കൊടുക്കും, കണക്ട് ആവാനുള്ള സമയം. 3 hours തന്നെയാണ് എക്സാം? ഇങ്ങനെ 3 3 hours hours ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ അനുസരിച്ച് എത്ര ടൈം വേണം നോക്കും. അതൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരും. മുബീന, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ SLC +2 അതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളവർക്കാണ് ഡിപ്ലോമ കോഴ്സ്. ഡിഗ്രി കഴിഞ്ഞവർക്കാണ് PG ഡിപ്ലോമ കോഴ്സ്. കണ്ടന്റ് വ്യത്യാസം വരും. കോമൺ ആയിട്ട് നിങ്ങൾ കുറെ പഠിക്കും, പക്ഷെ PGക്കാര് കുറച്ചുകൂടെ പഠിക്കും. എക്സാം എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും. അത് ഡിഫറെന്റ് ആയിരിക്കും. PG ഡിപ്ലോമയ്ക്കും മറ്റേ ഡിപ്ലോമയ്ക്കും ഡിഫറെന്റ് ആയിരിക്കും. കാരണം PG ഡിപ്ലോമ കുറച്ചധികം ഉണ്ടാവും. അപ്പം ചിലപ്പം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യും, അങ്ങനെ ഉണ്ടാവും. അറ്റ് എ ടൈം ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഇനി അഥവാ നമ്മളൊരു സെക്കൻഡ് ചാൻസ് കൊടുത്താൽ അത് റിപ്പീറ്റ് വരില്ല, ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. പിന്നെ ചിലർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു സെക്കൻഡ് ഡേ അതിന് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് കുറവാട്ടെ. ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെന്റ് ആയിരിക്കും, എൻറ്റയർ ഡിഫറെന്റ് ആയിരിക്കും. PG കോഴ്സ് അല്ലേ, PG അല്ലേ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്? അതെ, ഇതില് ഡിപ്ലോമ കോഴ്സുകാരുണ്ട്. കാരണം നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഡിപ്ലോമ പ്ലസ് PG ആണ്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഡിപ്ലോമയുടെ ഇത് കഴിയുമ്പോഴേക്കും പിന്നെ PGക്കാർക്കുള്ള സെഷൻസ് ആയിരിക്കും. അത് നമ്മുടെ സെന്ററിൽ നിന്ന് പറയും. ഡിഫറൻസ് ഉണ്ടോ? ജോബ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് PG ഡിപ്ലോമക്കാരാവുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ രണ്ടുപേർക്കും പുറത്ത് ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലപോലെ എന്റെ കൂടെ പഠിച്ച എല്ലാവരും തന്നെ പോയി. ആരൊക്കെയോ സ്വന്തമായിട്ട് ഡേ കെയർ പ്ലസ് പ്രീ സ്കൂൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് എന്നെ പുറത്തു പോകാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. അങ്ങനെ ചെയ്തവരുണ്ട്. PG ഡിപ്ലോമ ആകുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു ടീച്ചർ പിന്നെ അസിസ്റ്റന്റ് അങ്ങനെയാന്ന് തോന്നുന്നു, അങ്ങനെ ഉള്ള രീതിയിലാണ് തോന്നുന്നു. ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചില സ്കൂൾ, അത് ഡിപ്പെൻഡ് ഓൺ ദ സ്കൂൾ മാനേജ്മെന്റ് കേട്ടോ. നമ്മളുടെ ഈ ഒരു ഇതിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്. പക്ഷേ പല സ്കൂളുകളിലും അവർ അപ് ടു 4th വരെയും ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാറുണ്ട്. KG പ്രീ KG അതൊന്നും മാത്രമല്ല, അപ് ടു 4th സ്റ്റാൻഡേർഡ് വരെ അതിന്റെയൊക്കെ പ്രിൻസിപ്പൽ ആയിട്ടുണ്ട് ഞങ്ങളോട് പഠിച്ചവര്. 4th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ PG എടുത്തവര്. മാമിന്റെ പോലെ മോണ്ടിസോറി ടീച്ചേഴ്സിനെ ഫെസിലിറ്റേഴ്സിനെ പഠിപ്പിക്കാൻ പറ്റും? ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് അങ്ങനെയും ജോയിൻ ആവാം. അതിന് നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ ആരും പറയാറില്ല. ലൈക്ക് ഞാൻ ഒരു വർഷം ഒരു മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെന്താ വെച്ചാല് ഞാൻ അതുകൊണ്ടാ സെഷൻസ് ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങളെ കൊണ്ട് വായിപ്പിച്ച് നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യിക്കുന്നത് നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ്. നിങ്ങളിൽ ഒരാളാണ് ഞാൻ. പക്ഷെ തുടക്കത്തിൽ ഞാൻ അങ്ങനെ ചെയ്യിക്കുമ്പോൾ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നൊരു ഇത് വരണ്ടാന്ന് വെച്ചിട്ടാ. പക്ഷെ നമ്മുടെ ക്ലാസ് അങ്ങനെയാണ്, ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് മാറുവാണ് എല്ലാവരും. ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വരാൻ ലേറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ ലീവ് ആകുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നത്. ടീച്ചർ ഒരു ദിവസം എന്തെങ്കിലും എമർജൻസി ലീവ് എടുക്കുമ്പോൾ ഞങ്ങൾ തന്നെ സെന്ററിൽ പോയി സെന്റർ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ തന്നെ ഇരുന്ന് ക്ലാസ് ഞങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യും.
മാം ആരെങ്കിലും ചിലപ്പോ ഏൽപ്പിക്കും. അപ്പം അവര് തന്നെ ഡിസൈഡ് ചെയ്യുന്നു. അപ്പൊ അവരാണ് അന്നത്തെ ദിവസം ഫെസിലിറ്റേറ്റർ. അവിടെ ക്വാളിഫിക്കേഷൻ അങ്ങനെ കോഴ്സ് കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെയില്ല. അവര് ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യുവാണ്, ക്ലാസ് ലീഡ് ചെയ്യുവാണ്. അങ്ങനത്തെ ഒക്കെ ചാൻസസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ടാവാന്ന് വെച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെറിയ ചെറിയ പാരഗ്രാഫ് ആയിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെയൊക്കെ ചെയ്യിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ലേ, പഠിപ്പിക്കണില്ലല്ലോ, നമ്മുടെ ഓൺലൈനും അല്ലേ, നമുക്ക് ലിമിറ്റേഷൻ വളരെയുണ്ട് അങ്ങനെ തോന്നും. പക്ഷെ ശരിക്കും മോണ്ടിസോറിയുടെ ടീച്ചിങ് മെത്തേഡ് അങ്ങനെയാണ്. അത് തന്നെയാണ് കുട്ടികളിലേക്കും വരേണ്ടത്. നമ്മളെ ഗൈഡ് ചെയ്യുക, നമ്മളുടെ ഒരു കൺട്രോളോ അതൊക്കെ ഉണ്ടെന്ന് ആ കുട്ടികൾക്ക് തോന്നരുത്. അവർക്ക് ആ ഒരു ഫ്രീഡം, ഹൗ ടു യൂസ് ദ ഫ്രീഡം, അതാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. ഒരു കുട്ടിക്ക് അവന് ഫ്രീഡം ഉണ്ട്, 11 മണി വരെയും കിടന്നുറങ്ങാനുള്ള ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഫ്രീഡം അല്ല അവൻ മനസ്സിലാക്കണ്ടേ, ഹൗ ടു യൂസ് ദാറ്റ് ഫ്രീഡം എഫിഷ്യന്റ് ആയിട്ട്. ആ 11 o'clock വരെയും കിടന്നുറങ്ങിയാൽ അത് അവന്റെ ഹെൽത്തിനെയാ ബാധിക്കുന്നത്. ആ ഒരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ആ ഒരു അവയർനെസ് ആണ് നമ്മൾ സൈഡിലൂടെ കൊടുക്കേണ്ടത്. പിന്നെ അവര് കറക്റ്റ് ആ ഒരു ട്രാക്കിൽ വരും, അവര് തന്നെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ മോണ്ടിസോറി മെത്തേഡ്, അങ്ങനെയാണ് മെത്തഡോളജി അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ഒരു 8 to 9 ടൈമില് പലർക്കും ജോയിൻ ആവാൻ പറ്റുന്നില്ല, പല എന്താ പറയാ പേഴ്സണൽ ഇഷ്യൂസ് കാരണം. പക്ഷെ എന്നാലും അവര് കറക്റ്റ് ആ വീഡിയോ കണ്ട് അതിലൂടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ വിളിച്ചൊരു നമ്മളുടെ ഒരു ഫെസിലിറ്റേറ്റർ ഇതിനകത്തുണ്ട്. അതും എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അടുത്ത ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. മീൻസ് അറിയാവുന്ന ആരെങ്കിലും ഇത് ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചോദിച്ചത്. പക്ഷെ അങ്ങനെ ആരും എനിക്ക് ഫോണിലൂടെ ആൾക്ക് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വന്നു. നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, നമ്മളുടെ കൂടെയുള്ള ആളാണ്. പക്ഷെ പലപ്പോഴും കുഞ്ഞു കുട്ടികളാന്ന് തോന്നുന്നു, ഫോൺ എടുക്കാൻ പോലും അവർ അനുവദിക്കില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ട്. പ്രാക്ടിക്കൽ ക്ലാസ് വരുമോ എന്ന് എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ക്ലാസ് ശരിക്കും നമുക്കുണ്ട്, പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമില് അത് കാണിക്കാനേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇമേജ് ആയിരിക്കും കാണിക്കുക, ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ അതിന്റെ വിഷ്വൽസ് ഉണ്ടായിരിക്കും. അത് എങ്ങനെ മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ലാബിൽ അതെല്ലാം ഉപയോഗിക്കാം. കാരണം നിങ്ങളൊരു മോണ്ടിസോറി സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം അതെന്താ എക്യുപ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പാരറ്റസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റെക്കോർഡ് ഉണ്ട്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒക്കെ വലിയ റെക്കോർഡ്സ് വാങ്ങിയില്ല, അതുപോലെ റെക്കോർഡ് വാങ്ങിച്ചിട്ട് ഓരോ അപ്പാരറ്റസും ഓരോ ടൂളും മോണ്ടിസോറി പ്രാക്ടിക്കൽ ലാബിന് വേണ്ടുന്ന ടൂൾസ് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തെഴുതണം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഈ റെക്കോർഡ് നിങ്ങൾ കയ്യിൽ വയ്ക്കുക, പറഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ എഴുതി വെക്കുക. അല്ലെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ വേറെ ഒരു റെക്കോർഡോ ഒരു ചാർട്ടോ പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും ഈ അപ്പാരറ്റസ് റെക്കോർഡ് കീപ്പ് ചെയ്യണം. കാരണം മോണ്ടിസോറി സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയണം ഇത് എന്തൊക്കെ സാധനങ്ങളാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റപ്പ് ഉണ്ടെങ്കിൽ ആ സാധനം കണ്ടിട്ടുണ്ട്, അതിന്റെ പേരറിയാം. അപ്പൊ ഗൂഗിൾ ചെയ്താൽ അത് എങ്ങനെ ഇരിക്കും നമുക്ക് കാണാൻ പറ്റും. ഒരു സ്കൂളിൽ ചെന്ന് അവിടുത്തെ ലാബില് അത് ഇരിക്കുന്ന കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റണം അത് എങ്ങനെ ഉപയോഗിക്കണം, അത് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ നമ്മൾ അങ്ങനെ റെക്കോർഡ് എഴുതിയാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. അല്ലെങ്കിൽ റെക്കോർഡ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് എഴുതൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും എഴുതില്ല, അത് നമുക്ക് സമയം കിട്ടില്ല. ആ സമയത്ത് ഒരു പാരഗ്രാഫാണ് അതിനെ കുറിച്ച് പറയുന്നെങ്കിൽ അതൊന്ന് എഴുതി വെക്കണം. അത് നമുക്ക് ഇനി സമയമുണ്ട്, പ്രാക്ടിക്കൽ സെഷന് സമയമുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ 1 year മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. കാരണം ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഒരു ചൈനക്കാരിയായിരുന്നു, അവരുടെ ഹസ്ബൻഡ് മലയാളി. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതായിരുന്നു. അങ്ങനെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു മെന്റൽ ഹെൽത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അഡോളസന്റ് ഗ്രൂപ്പിലും യൂത്തിലും ചെറിയ ചെറിയ ഇന്റർവെൻഷൻസ് നടത്തുന്നുണ്ട്. അവർക്ക് അവയർനെസ് ക്ലാസ് എടുക്കും. ഇതുപോലെ അംഗൻവാടികളിലെ ഇതിൽ വരുന്ന അഡോളസന്റ് ഗ്രൂപ്പിന് ക്ലാസ്സസ് എടുക്കാൻ പോകാറുണ്ട്. കോളേജ് സ്കൂൾ തലങ്ങളിലും എടുക്കാറുണ്ട്. പിന്നെ സ്കൂൾ കുട്ടികളിൽ 2 പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഒത്തിരി വൾണറബിൾ ഏരിയ എന്ന് വരുന്ന കുട്ടികളുണ്ടല്ലോ, ബ്രോക്കൺ ഫാമിലീസ്, പുവർ ബാക്ക്ഗ്രൗണ്ട്, പഠിക്കാൻ ഇങ്ങനെ തഴഞ്ഞു പോയൊരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, അവരെ എടുത്തിട്ട് അവരിൽ ഒരു ഇന്റർവെൻഷൻ നടത്തുവാണ്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ.
ലൈക്ക് അത് പിന്നെ നമുക്ക് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഫണ്ട് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ഗവൺമെന്റിലേക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കറിക്കുലത്തിന്റെ ഭാഗമാക്കും ആ പ്രോജക്റ്റിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ് ഞാൻ. എന്താ എന്റെ സ്ഥലം നോർത്ത് പറവൂർ. ആയിക്കോ സമയമായല്ലേ നമ്മളിന്ന് സംസാരിച്ചു. നോർത്ത് പറവൂരാണ് സ്ഥലം. ഓക്കെ. ശരിയാണ്. 9th 10th +1 +2 ഒക്കെ എക്സാം ആണല്ലോ. ഞാൻ നോർത്ത് പറവൂരാണ്, എറണാകുളത്ത്. പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ്. അപ്പോ അത് പല ഡിസ്ട്രിക്റ്റിലായിട്ട് അത് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരു പാഷൻ ആയതുകൊണ്ട് ഇതും അതിന്റെ കൂടെ. അപ്പൊ ശരി.